ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിന് പേയ്മെൻറ്റ് കൊടുത്ത് പല ആളുകളെയും നമ്മൾ ഏൽപ്പിച്ചതാണ്. രാജസാറിന് അറിയാം എത്ര പേരെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തു, കിട്ടുന്നില്ലല്ലോ. കിട്ടിയാൽ നല്ലൊരാളെ, എൻ്റെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരാളെ കിട്ടിയാൽ അവർ ഇവിടേക്ക് വരാൻ തയ്യാറല്ല. കാരണം ഇവരുടെ താഴെയുള്ള ടീമിനെ അവർ പഠിക്കും. കാരണം ഞാൻ എന്തിന് ഒരു തീയിലേക്ക് എടുത്ത് ചാടണം? പ്രശ്നമുണ്ട്. ഇത് ഞങ്ങൾ നേരിടുന്ന പ്രശ്നമാണ്. ഇതൊരു പ്രകൃതിയാണല്ലോ. നമ്മളാരും പ്രയാസത്തിലേക്ക് പോയി ചാടില്ലല്ലോ. ഇപ്പോൾ ഉള്ളതിനേക്കാളും ബുദ്ധിമുട്ടിലേക്ക് പോയി ചാടും. പിന്നെ ഏതെങ്കിലും തലയിൽ ഗോളൊക്കെ ഉള്ള വലിയ ഇവിടെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യണം, ഇങ്ങനത്തെ ഇപ്പോൾ വലിയ അങ്ങനത്തെ ആളുകളുണ്ടല്ലോ. ഇപ്പോൾ ലോകത്ത് പ്രസക്തരായ ആളുകളൊക്കെ അങ്ങനെയാണ്. പ്രശ്നം കണ്ട് ആ പ്രശ്നത്തെ ഞാൻ തീർക്കും വിചാരിച്ച് ചാടി ഇറങ്ങിയ ആളുകൾ അങ്ങനത്തെ ഒരു വളരെ കുറവല്ലേ. ഞാൻ വിശ്വസിക്കുന്നത് ഒരു ബിസിനസ്സും ചെറുതല്ല എന്നുള്ളതാണ്. നമ്മുടെ കാഴ്ചപ്പാടുകളാണ് ചെറുത്. അതെ, നമ്മുടെ കാഴ്ചപ്പാടുകളാണ് ചെറുത്. അവിടെ ചെറുതല്ല എന്നല്ല, എമൗണ്ട് ചെലവാക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഒരു HR ഡിപ്പാർട്ട്മെന്റ് തന്നെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഫുള്ളായിട്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇന്ന് വലിയ കമ്പനികളിൽ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വരെ പഠിച്ചതിന് ശേഷമാണ് ആളെ കയറ്റുന്നത്. ഫാമിലി എങ്ങനെയാണ് അവരുടെ പിന്നാലൊക്കെല്ലാം പഠിച്ച്, അവർ പഠിച്ച സമയത്ത് നമ്മൾ തന്നെ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, എവിടെയോ പഠിച്ച സമയത്ത് ഒരു ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതിൻ്റെ പേരിൽ ജോലിയിൽ ഇന്റർവ്യൂ ഫെയിൽഡ് ആയത്. അതൊക്കെ അവർ നോക്കുന്നുണ്ട്. നമ്മളെപ്പോലെ ഒരു സാധാരണ മിഡിലിൽ ഇതൊക്കെ പാടെ നോക്കാനുള്ള ഒരു ഫെസിലിറ്റി ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറുതാണെന്ന് പറയുന്നത്, അല്ലാതെ വലുത് ചെറുത് എന്ന് വിചാരിച്ചിട്ടല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എംപ്ലോയീസിൻ്റെ ഷോർട്ടേജ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് ഹൈ പ്രയോറിറ്റി കൊടുത്ത് 20 എണ്ണം ഉണ്ടെങ്കിൽ ഒരു 2 എണ്ണത്തിനെ നമുക്ക് ഹയർ ചെയ്യാമല്ലോ. 2 എണ്ണത്തിലോട്ട് നമ്മൾ മൊത്തം 20 ഹയർ ചെയ്യുന്നതിന് 2 എണ്ണത്തിൻ്റെ ഇതിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആ 2 എണ്ണത്തിന് നിങ്ങൾ ഇപ്പോൾ 8 മണിക്കൂറിൻ്റെ അതിലൊരു 1 മണിക്കൂറോ 2 മണിക്കൂറോ നിങ്ങൾ മാറ്റി വെച്ചേ പറ്റുള്ളൂ. അതിന് പ്രയോറിറ്റി കൊടുക്കണം. ഈ 2 പേര് കയറി അവർ ട്രെയിൻ ചെയ്ത് പ്രോപ്പർ ആവുന്നവരേക്കും നമുക്ക് റിസ്ക് തന്നെയാണ്. അതുവരേക്കും നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അവർ കയറി കഴിഞ്ഞാൽ, എസ്പെഷ്യലി നിങ്ങൾ സെയിൽസിലോട്ടായിരിക്കും ഹയർ ചെയ്യുന്നത്, നിങ്ങൾക്ക് അവിടെ വരുമാനം കൂട്ടാൻ കഴിയും. മറ്റുള്ളവരെ നിങ്ങൾ ഇത് ട്രെയിൻ ചെയ്യിക്കുമ്പോൾ മറ്റുള്ളവർക്കും എന്താണ് മോട്ടിവേഷനാണ്. നിങ്ങൾ അവരുടെ കൂടെ ഇൻവോൾവ് ആണ്. അവിടെ ബിസിനസ് കൂടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി HR ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇല്ലെങ്കിൽ അവരുടെ കൊച്ചു കാര്യങ്ങൾക്ക്, അവരുടെ ലീവിനും അപ്രൂവൽസിനും ലെറ്റർ എഴുതുന്നത്, ഓഫർ ലെറ്ററൊക്കെ നമ്മളിരുന്ന് ചെയ്യേണ്ടി വരും അല്ലേ. ഒക്കെ മെക്കാനിക്കൽ ടാസ്കുകളാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, HR കൊണ്ടുവരിക എന്നുള്ള, അല്ലാതെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ ഒരു ലെവലിൽ അങ്ങനെ ഒരു HR അഫോർഡബിൾ അല്ല, അല്ലെങ്കിൽ പറ്റില്ല, അഫോർഡബിൾ അല്ല എന്നുള്ളതല്ല. അതെ, ഇങ്ങോട്ട് വരുന്നില്ല. ക്വാളിറ്റി ഉള്ള ഒരാളെ കിട്ടുമ്പോൾ എന്താണ് ക്വാളിറ്റി ആയിട്ട്? ഹൗ ഡു യു ഡിഫൈൻ ക്വാളിറ്റി? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നന്നായ ഒരു കാൻഡിഡേറ്റിനെ ഇന്റർവ്യൂ ചെയ്ത് അവന്റെ KPI മനസ്സിലാക്കി ആ പൊസിഷനിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാപ്പബിലിറ്റി വേണ്ടേ. ഇപ്പൊ ഞാൻ ഇന്ന സീറ്റിലേക്ക് ഇന്ന ആള് വേണമെന്ന് പറയുമ്പോൾ ആ സീറ്റിലേക്ക് തരുന്ന ആള് അതിന് കാപ്പബിലിറ്റി ഉള്ള ആളായിരിക്കണം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ തന്നെ നമ്മളെ ഈ ഇത് തന്നെ എനിക്ക് 2-3 ആളുകളിൽ ഉണ്ടായിരുമ്പോൾ അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അവരെ നമ്മൾ വെച്ചറായിട്ട് അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ആ മൈൻഡ് സെറ്റുള്ള ആളുകളായിരിക്കും വരുന്നവർ മുഴുവനും. ഇത് പറ്റില്ലല്ലോ. അവരുടെ മൈൻഡ് സെറ്റിന് അപ്പുറം കമ്പനിക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്, കമ്പനിക്കൊരു പൊസിഷൻ ഉണ്ട്. ആ സീറ്റിൽ ഇരിക്കാൻ പറ്റുന്ന ആളുകൾ തരണ്ടേ. അത് അയാള് നമ്മളൊരാളെ ഹയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ചലഞ്ചാണത്. ഹയർ ചെയ്ത് കഴിഞ്ഞ് അയാൾ 1-2 ആൾക്കാരെ ഹയർ ചെയ്യുന്നവരെ നമ്മൾ അവരെയും ട്രെയിൻ ചെയ്യിക്കണം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? വേണം. ആരെ ഹയർ ചെയ്യുമ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങോട്ട് എത്തി എന്നുള്ളത് പോകുന്നത് നമ്മുടെ ടൈമാണ്. അത് പോയേ പറ്റുള്ളൂ. ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൈം അല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. അവിടെ നമ്മൾ അവർക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. വീണ്ടും നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും നമ്മൾ ഇറങ്ങിയേ പറ്റൂ. നമ്മൾ ഇറങ്ങുന്നത് ഞാൻ പറഞ്ഞത് ഇത്രയാണ്. ഇറങ്ങേണ്ടത് പണിയെടുക്കാനല്ല, പണി പഠിപ്പിക്കാനായിരിക്കണം. വ്യത്യാസമുണ്ട്. നമ്മൾ പണിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യമില്ല. നമ്മൾ പണിയെടുക്കുകയല്ല ചെയ്യേണ്ടത്, പണി പഠിപ്പിക്കാനുണ്ട്. അതിനും സ്റ്റെപ്സ് ഉണ്ട്, എല്ലാം ഡിഫൈൻഡ് ആണ്. ഐ ഡു, വി ഡു, യു ഡു, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പം അവന് ഒട്ടും പറ്റുന്നില്ല, ബേസിക് ആയിട്ടുള്ള ആളാണ്, കേപ്പബിൾ ആണ്, പക്ഷെ നമ്മൾ വളർത്തി കൊണ്ടുവരണം എന്നുള്ളതാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. നമ്മൾ അടുത്ത അവരെ കൊണ്ട് കൂട്ടായിട്ട് ചെയ്യണം. പിന്നെ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് റിവ്യൂ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം.
ഇതൊക്കെ അവിടുത്തെ ടാസ്കുകളാണ്. ഇവിടെ ഈ മോണിറ്ററിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈം നമുക്ക് ലാഭിക്കാം ലാഭിക്കാനും പറ്റും. എന്നുള്ളതാണ്. ടെക്നോളജികൾ യൂസ് ചെയ്യാം. ടെക്നോളജീസ് എല്ലായിടത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ.